ഞാനത് ഇതെല്ലാം എക്സ്പെക്ട് ചെയ്യണല്ലോ. അതൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എന്നെ ഒന്ന് ഭയപ്പെടുത്തണം, അവസാനത്തെ മാർഗങ്ങളാണ്. മുഖ്യമന്ത്രി ഒരു പരിശ്രമം നടത്തി. ഞാൻ ഈ കള്ളക്കേസിൽ ഈ കള്ളക്കച്ചവടത്തിന്റെ പിന്നിലാണെന്ന് പറഞ്ഞു. ഗവർണർ പരാതി എന്നിട്ട് നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതൊരു പേടിപ്പിക്കൽ. അത് കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി ആഹ്വാനം ചെയ്യാണ് കൈകാര്യം ചെയ്തോളണമെന്ന്. പബ്ലിക്കായി കേട്ടതല്ലേ, അപ്പൊ സ്വാഭാവികമല്ലേ, അതുണ്ടാവുമല്ലോ. പക്ഷേ അവരുടെ ഹൃദയം ഞാൻ അവർക്ക് വേണ്ടിയായി പറഞ്ഞത്. ഈ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ട ലൈഫ് പദ്ധതിയുടെ വീട് തടസ്സപ്പെടുത്താൻ ഭൂമാഫിയകളുമായി കൂട്ടുചേർന്ന് പണം കൊടുക്കാതെ മണ്ണ് വാങ്ങാൻ കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി. കാരണം ജനങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കാര്യം എടുക്കാൻ പോലീസ് അനുവദിക്കില്ല. അപ്പൊ എന്താ, ആരെ സഹായിക്കുന്നത്? ആ വീട്ടിൽ തറയിടണമെങ്കിൽ ഈ നാട്ടിലെ മണ്ണ് കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് പണം കൊടുത്തു വാങ്ങണം. ആ പ്രയാസപ്പെടുത്തിയ സാധുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇവിടെ ഈ പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടിക്ക് അത് പ്രവർത്തിക്കാൻ സഖാക്കൾക്ക് സാധിക്കുന്നില്ല. ഇവിടെ ഉദ്യോഗസ്ഥ മേധാവിത്വമാണ്. ഈ അനീതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ ഇടപെടുന്ന സഖാക്കൾക്ക് അതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഇതാണ് ഞാൻ ഉന്നയിച്ച വിഷയം. അത് ഈ മുദ്രാവാക്യം വിളിക്കുന്ന ഓരോരുത്തർക്കും അറിയാം. ഞങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ആക്കാൻ പാർട്ടി ലീഡർഷിപ്പ് ശ്രമിച്ചാലും ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ് ജീവിച്ചിട്ടുള്ളത്. അവരോടൊപ്പം ഞാൻ എന്നും നടക്കുന്നത്. എന്റെ വികാരം ഇപ്പോഴല്ല, അവർക്ക് മുമ്പറിയും. ഞാനൊരു സുപ്രഭാതത്തിൽ ഒന്നാണിത് പബ്ലിക്കായിട്ട് പറഞ്ഞേ ഉള്ളൂ. സ്വകാര്യ യോഗങ്ങളിൽ, പാർട്ടി യോഗങ്ങളിൽ അനവധി തവണ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള അവരുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ആ നിസ്സഹായരായ പാർട്ടിക്കാരും ആ നിസ്സഹായരായ പാർട്ടി ലീഡർഷിപ്പാണ് ഇന്നലെ മുദ്രാവാക്യം വിളിച്ചത്. അപ്പൊ അത് അങ്ങനെ ആ വഴിക്ക് പോയിക്കോട്ടെ. ഇതൊക്കെ കാലചക്രം ഇങ്ങനെ തിരിഞ്ഞു വരും. ആ തിരിഞ്ഞു വരുമ്പോൾ അതൊക്കെ എന്താ യാഥാർത്ഥ്യമാവും. അതുകൊണ്ട് ആ വിഷയത്തിൽ എന്നെ സംബന്ധിച്ച് ആദ്യമോ ഒരു പരാതിയോ ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന ഓരോരുത്തരെയും എനിക്കറിയാം, അവരുടെ മനസ്സ് എനിക്കറിയാം. മിനിയാന്ന് വരെ ഞാൻ എടുത്ത ഈ നിലപാടിനോടൊപ്പം നിന്നവരാ. 100%, 1000%. നിങ്ങളെങ്കിലും ഉണ്ടായല്ലോ അനുറാക്ക, നിങ്ങളെങ്കിലും ഉണ്ടായാലും സഖാവേ എന്ന് പറഞ്ഞവരാണ്. അപ്പം അവരൊരു നിർബന്ധിത സാഹചര്യത്തിന് ചെയ്യുന്നത്രേ ഉള്ളൂ.